എല്ലാവരും വായോ നമുക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കണ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും 3-4 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ എരിവനുസരിച്ച് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മാറ്റാം. എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവറും പച്ചമുളകിൻ്റെ ഫ്ലേവറുമാണ് കുറച്ചുകൂടി ഇഷ്ടം. ഇഞ്ചിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് ഇഞ്ചി ഇച്ചിരി കുറച്ചെടുക്കാറുള്ളൂ മിക്കവാറും കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഇടികല്ലിട്ട് ചതയ്ക്കാം, അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു ക്രഷറുണ്ട്. അപ്പോൾ ഞാൻ അതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും, ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കും. അപ്പോൾ എനിക്കിത് സെപ്പറേറ്റ് അരിഞ്ഞിടുന്നേക്കാൾ ഇങ്ങനെ ചതച്ചിടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മണവും ആ രുചി അങ്ങനെ ആ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചതച്ചിടുമ്പോൾ. എന്നിട്ട് ഞാൻ ഇതേ ഒരു 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട്, എനിക്ക് വലിയ പീസ് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഗരം മസാല ഇടാം, ഞാൻ ഇടാറില്ല കേട്ടോ, എനിക്ക് മടിയായ കാരണമാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഇഞ്ചി, ആ ക്രഷ് ചെയ്ത് വെച്ച് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി മിക്സ് ഇടുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഞാൻ അതിലോട്ട് ഇച്ചിരി തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. അത്രയാണ് ചെയ്യണത്. അടുപ്പ് ചൂടാക്കാനൊന്നും വെക്കരുത്. ഞാനിതെല്ലാം കൂടെ നമ്മൾ ഇട്ടൊന്ന് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം അതവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാനത് അടുപ്പ് ചൂടാക്കിയിട്ട് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിലാണ് ഞാൻ ഫുള്ള് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ കാഷ്യൂസ് ഇച്ചിരി റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഞാൻ ഈ കാഷ്യൂസ് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കും. എനിക്ക് വെള്ളം ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്തിരി ഇത്രയൊക്കെയാണ് നടന്നു. അപ്പോൾ ഞാനത് എന്നിട്ട് ഗോൾഡൻ ആയി കഴിയുമ്പോൾ മാറ്റി വയ്ക്കും. പിന്നെ അതിലോട്ട് തന്നെ നമ്മുടെ മുന്തിരി ഇട്ട് കൊടുക്കും. അതും നന്നായിട്ട് ഗോൾഡൻ ആകുമ്പോൾ ഞാൻ മാറ്റി വയ്ക്കും. പിന്നെ ബിരിയാണിയുടെ സമയമാകുമ്പോഴേക്കും മിക്കവാറും ഇതിൽ പകുതിയും ഞാൻ കഴിക്കും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റേ കാഷ്യൂനട്ടും മുന്തിരിയും ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ടും കൂടെ കൂട്ടി ഒരുമിച്ച് പിടിച്ചിട്ട് കഴിച്ച് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉള്ളിയും അതിനകത്തോട്ട് ഈ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കും. ഇത് വേണമെന്നില്ല, വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി, സമയമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. എനിക്ക് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ഒരു ഉള്ളി ഇതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് അതിനകത്ത് ആ നെയ്യിൽ തന്നെ നമ്മൾ ഇതാക്കിയെടുക്കും, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പം അത്രയും ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ അതെടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ. ഒന്ന് പരത്തിയൊക്കെ ഇടും. വേണമെങ്കിൽ കൂടുതൽ ഉള്ളി അങ്ങനെ എടുക്കാം, ഞാൻ അത്രേ എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ആ നെയ്യിൽ തന്നെ, വേറെ നെയ്യോ എണ്ണയോ ഒന്നും എടുക്കുന്നില്ല, ആ നെയ്യിൽ തന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഇന്ന് വറുക്കാൻ വെക്കും കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് നല്ല മുരിച്ച് വറുക്കുകയൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഈ ഒരു തരത്തിലൊരു ഗോൾഡൻ കളറാവുന്ന വരെ വറുത്താൽ മതി. അത് വറുക്കണമെന്നില്ല, ചിലർ വറുക്കാതെ ഉണ്ടാക്കും. എനിക്ക് കുറച്ച് വറുത്തിട്ടുണ്ടാക്കിയാലാണ് എനിക്കത് മനസ്സിന് പിടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആ നെയ്യിൽ തന്നെ വറുത്തെടുക്കണം. വേണേൽ എണ്ണ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് ആ ചിക്കൻ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് എടുത്ത് വെച്ചേക്കണം ഒരു 2-3 സവാള എടുക്കാം. ഞാൻ ഒരു 2 സവാളയായിട്ട് എടുത്തിട്ടുള്ളൂ. എനിക്ക് 2 സവാളയുടെ ആവശ്യം വന്നുള്ളൂ. അതിൽ നിന്ന് തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്യാനെടുത്തത്. അപ്പോൾ ഈ സവാള അതേ നെയ്യിലോട്ടിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ പാകമാണ് ഉപ്പിന്, അതിനനുസരിച്ചിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു കുഞ്ഞി സ്പൂണിൻ്റെ ഒരു സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഉള്ളി നന്നായി വഴണ്ട് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പ് ഒക്കെ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ബിരിയാണിയുടെ മസാലയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുളക് പൊടി അങ്ങനത്തെ ഒരു കാര്യങ്ങളും വേണ്ട. അപ്പോൾ പെപ്പർ പൗഡർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതേ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് നന്നായിട്ട് വഴറ്റണം ഉള്ളി. അത് ഇച്ചിരി മെനക്കെട്ട പണിയാണെന്ന് എനിക്കറിയാം, എന്നാലും എന്നിട്ട് നന്നായി വഴണ്ട് വരുമ്പോൾ നമ്മുടെ ആ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ളത് അതങ്ങ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഈ ബിരിയാണി ആയി എന്ന് നമ്മൾ വിചാരിക്കും, ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും അത് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര ഒരു മണമാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ഞാനൊരു തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു തക്കാളി ഞാൻ അതിനകത്തോട്ടിട്ട്, എനിക്ക് തക്കാളി നന്നായിട്ട് ഉടയണം. അപ്പോൾ അത് കുറച്ച് നേരം ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരും. ഞാൻ കുത്തി ഉടയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എനിക്കത് നന്നായിട്ട് ആ നെയ്യിൽ തക്കാളി ഉടഞ്ഞു കിട്ടിയാലാണ് എനിക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം, എല്ലാത്തിനും ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. അല്ല നമുക്ക് പാകത്തിനാണ് ഉപ്പുള്ളതെങ്കിൽ അത്രയും മതി. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനൊക്കെ ഉപ്പിട്ടിട്ട് വറുത്തതാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ ഇച്ചിരിയോടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ സ്പൂണിലൊരു ഫുൾ സ്പൂൺ ഇടുന്നില്ല, ഒരു 1/4 സ്പൂൺ ഇടുന്നുണ്ട്.
പിന്നെ ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി, ഇത് കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റാണ്, കരിഞ്ഞു പോകാതിരിക്കണം കേട്ടോ. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ ഉള്ളി പൊടിച്ച് ചേർത്ത് കൊടുക്കുക. എൻ്റെ അങ്ങനെ പൊടിയാൻ മാത്രം വറുത്തില്ല, കാരണം എനിക്ക് കരിഞ്ഞു പോകുമെന്ന് പേടിയാണ്. അപ്പോൾ ഞാനത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചിക്കൻ വറുത്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മിക്സ് ചെയ്യണ നേരം ഞാൻ കുറച്ച് നേരം ഒന്ന് ഗ്യാപ്പ് എടുക്കും കേട്ടോ. അല്ല, അപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി മല്ലിച്ചപ്പോടെ ഇട്ട് കൊടുത്തു. അതിനകത്തോട്ട് അരിഞ്ഞ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി നേരം അത് ഇട്ട് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി തൈരോടെ ഇട്ട് കൊടുക്കും. നമ്മൾ ഓൾറെഡി ചിക്കൻ തൈര് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തേക്കണേ, തൈര് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇച്ചിരി ഒരു സ്പൂൺ തൈരോടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ വരെ. നമ്മുടെ തക്കാളിയുടെ വെള്ളമുണ്ട്, പിന്നെ തൈരിൽ നിന്ന് ഇറങ്ങിയ വെള്ളമുണ്ട്. ചിക്കൻ വറുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഇത്രയും വെള്ളമാണ് ഇതിനകത്ത് നമ്മളിങ്ങനെ പറ്റിച്ചെടുക്കുന്നത്. നമുക്ക് ഈ ചിക്കൻ വറക്കാതെ വേണമെങ്കിൽ എളുപ്പത്തിന് ചെയ്യാനുള്ളവർക്ക് നേരെ ഈ മിക്സിലോട്ട് ചിക്കൻ എടുത്തിടാം, ആ ഉള്ളി വറുക്കുന്ന സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസിയാവും. ഞാൻ പിന്നെ ബിരിയാണി കൊതി വന്നിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എഫോർട്ട് ഇടാൻ റെഡി ആയിരുന്നു കേട്ടോ. കാരണം ഓൾമോസ്റ്റ് 1 വീക്കായി ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് ഭയങ്കര കൊതിയായി. അപ്പം ഉണ്ടാക്കിയേക്കാമെന്ന് തീരുമാനിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് വഴറ്റി എടുക്കുവാണേ. ഞാൻ കുറച്ച് നേരം ഗ്യാപ്പ് എടുക്കുന്നുണ്ട്, പറഞ്ഞ് ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ നന്നായിട്ട് വഴറ്റി ഒരു കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ്. ആ ഒരു ഓൾറെഡി ചിക്കൻ നമ്മൾ വറുത്തെടുത്ത വെന്തതാണ്, അപ്പോൾ പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല. പിന്നെ അതിനകത്തുള്ള ആ വെള്ളം ഒന്ന് വറ്റി വരണ വരെ നമ്മൾ ഈ ഒരു മസാല നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. ഞാനിത് തന്നെ ഇരുന്നപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് തിന്നാനാണ് ഇത്രയും ബിരിയാണി ഉണ്ടാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഹാപ്പി ആവുന്ന കാര്യം ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡിപ്രഷൻഡായി പോവാതിരിക്കാൻ, അല്ലെങ്കിൽ മൂഡ് ഓഫ് ആവാതിരിക്കാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ അത് നന്നായിട്ട് പറ്റിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാനതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വേറെ ഒരു പാത്രത്തിലെടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ നെയ്ച്ചോറായിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ തന്നെ ഞാൻ കുഞ്ഞ് ജീരകശാല അരി എടുത്ത് ബസ്മതി അരി കൊണ്ട് ഉണ്ടാക്കാം. അതുപോലെ നെയ്ച്ചോറല്ലാണ്ട് ചുമ്മാ വേവിച്ചിട്ട് അരി വേവിച്ചും ഉണ്ടാക്കാം കേട്ടോ, എളുപ്പത്തിനനുസരിച്ചിട്ട്. എന്നിട്ട് ഞാനൊരു അടി കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ട് അതിന് ഞാനൊരു ഫ്രൈങ് പാനിൽ വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിക്കുന്നുണ്ട് അടിയിൽ. പിന്നെ ഈ നമ്മുടെ ആ നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിയിൽ ഞാൻ നെയ്യ് ഒഴിച്ചത് എന്താണെന്ന് വെച്ചാൽ അടി പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ അടി കട്ടിയുള്ള ഒരു ഫ്രൈങ് പാൻ്റെ മുകളിലാണ് ഞാനിത് വെച്ചേക്കണേ കേട്ടോ. എന്നിട്ട് ചെറു തീയിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അരി ചോറിട്ട് കൊടുത്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് ഈ നമ്മുടെ വഴറ്റി വെച്ചേക്കുന്ന ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനേ ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയപ്പം നമുക്ക് മസാല എന്തോരം വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ വേണ്ടിയിട്ട്. എനിക്കിത് പകുതി എടുക്കേണ്ടി വന്നുള്ളൂ, ബാക്കി പകുതി നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. പിറ്റേ ദിവസം നമുക്ക് ചുമ്മാ അരി വേവിച്ചിട്ട് ആണെങ്കിലും പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ബിരിയാണിയായിട്ടുള്ള ഒരു ഇഷ്ടം കാരണം ഞാൻ ആ മസാല എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കില്ല, ചുമ്മാ അരി ഇതുപോലെ ആ പട്ട ഇതൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് കഴിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഗരം മസാല ഇങ്ങനെ ടോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചോപ്പ് ചെയ്ത മല്ലിച്ചപ്പ് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഞാനിത് ഒരു 2 തവണ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ പറയുന്നത്, എന്നാലും കൊതി വരുന്നത്. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 1 ഗ്ലാസ് റൈസ് കൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും എടുത്തു. എന്നിട്ട് പിന്നെയും കുറച്ച് കൊറിയാണ്ടർ എടുത്ത് നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരിയോടെ ഗരം മസാല ടോപ്പ് ചെയ്യും, നെയ്യ് ഇച്ചിരിയോടെ ഒഴിച്ച് കൊടുക്കും. അതൊക്കെ നമുക്ക് എന്തോരം നെയ്യ് വേണം, എന്തോരം ഗരം മസാല, അതിൻ്റെ ഫ്ലേവേഴ്സ് എന്തോരം വേണമെന്നനുസരിച്ചിട്ടുള്ള അളവിൽ എടുത്ത് കൊടുത്താൽ മതി. നെയ്യ് ഒഴിച്ച് കൊടുക്കണതൊക്കെ ഓപ്ഷണലാണ്, കാരണം നമുക്ക് വേണമെങ്കിൽ മതി. പിന്നെ ഞാൻ ഈ ഡാൽഡ അതൊന്നും യൂസ് ചെയ്യാറില്ല, അതുപോലെ എണ്ണയും യൂസ് ചെയ്യാറില്ല. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ നെയ്യാണ്. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂസും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ടോപ്പ് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത ഒണിയൻസൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു അലുമിനിയം ഫോയിലും കൊണ്ട് ഇത് അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ക്ലോസ് ചെയ്തൊരു 10 മിനിറ്റ്സ്, ഒരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെക്കും. അത് കഴിഞ്ഞ് ഞാനത് ഓപ്പൺ ചെയ്യുന്ന സീനാണ് കേട്ടോ അത്.
എൻ്റെ അമ്മോ, ആ മണം അടിച്ചിട്ട് ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. ഞാൻ കുറേ കാലം മലപ്പുറത്തായിരുന്നു നിന്നായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു രീതി കണ്ടു പഠിച്ചതും പിന്നെ എൻ്റെ കുറേ ഇഷ്ടങ്ങൾ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ടൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിലെല്ലാം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദം ചെയ്ത ബിരിയാണി നമ്മൾ ഭയങ്കര ഒരു മണവും ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ മലപ്പുറത്ത് നിൽക്കുമ്പോൾ ഇതുപോലെ ബിരിയാണി ഇങ്ങനെ ഈ പാത്രത്തിലാക്കി ആ ഒരു വയ്ക്കുമ്പോൾ